1 കോടി രൂപ നമുക്ക് ഒരു ആനുവൽ ടേൺ ഓവർ അതെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു 25% ആണ് നമ്മുടെ മാർജിൻ എങ്കിൽ മാർജിനായിട്ട് 25 വരുന്നത്. അതെ ലാക്സ് ആണ് നമ്മുടെ അതെ അതെ മാർജിൻ അതെ എങ്കിൽ അതൊരു ഓൾമോസ്റ്റ് ഒരു 20 ഇപ്പം പെർ പ്രിന്റഡ് ആണെങ്കിൽ 25% ആണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് ടാക്സ് കോർപ്പറേറ്റ് പ്ലസ് ടാക്സ് 4% സെസ് എല്ലാം കൂടെ ഒരു അതെ 25 ലാക്സിൻ്റെ ഒരു 7 ലാക്സോളം ഗവൺമെന്റിന് പോകും, ഗവൺമെന്റിന് പോകും. 7-8 ലാക്സ് അതെ അതെ പോകും. ഓക്കെ, അപ്പം അത് ഇത്തിരി കൂടുതലാണോ അത് കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഓക്കെ, ഹൈ പക്ഷെ വോളിയം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈവളിക്കും ചെയ്യുമ്പോൾ കൂടുതലാണ്. പക്ഷെ അതുപോലെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ലോസ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ വരുന്നത്. ഓക്കെ നമുക്ക് ഈ ടാക്സേഷൻ ഈ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പേഴ്സണൽ അക്കൗണ്ടുകളൊക്കെ ആയിരിക്കും യൂസ് അതെ ചെയ്ത് വരുന്നത്. അത് മെയിനായിട്ട് പ്രൊപ്പറേറ്റർഷിപ്പിൽ കാണുന്ന നിന്നായിരിക്കുമല്ലോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ മെയിനായിട്ട് കാണുന്ന ഒരു ഉം. എന്താ മിസ്റ്റേക്കാണ് സേവിങ്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത്. അത് ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഒക്കെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് അത് കൂടെ ട്രാൻസാക്ഷൻ ചെയ്യാവുള്ളൂ. ഓക്കെ നമുക്ക് ഈ ടാക്സിനേക്കാളും എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കംപ്ലൈൻസിന് വരുന്ന പെനാൽറ്റികളൊക്കെയാണ്. അതെ ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇവിടുത്തെ കംപ്ലൈൻസ് എന്ന് പറയുന്നത് പെനാൽറ്റി ഹൈ ആണ്. അതെ ടാക്സ് പിന്നെ നമുക്ക് പേ ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ അതെ പറ്റും.